റോമാലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അല്പം ആ ധ്യാനത്തിൽ നിന്ന് നമ്മൾ മാറി മറ്റ് ചില വേദഭാഗങ്ങളിലേക്ക് പോകുവാൻ ഇടയായി തീർന്നത്. റോമാലേഖനത്തെക്കുറിച്ചൊരു ചെറിയ അറിവ് ഇവിടെയുള്ളവർക്കൊക്കെ ഉണ്ട്, എന്നാലും 1-2 വാക്കുകൾ ആമുഖമായി ഞാൻ പറയാം. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ ശക്തമായി തെളിയിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്, സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ഒറ്റയാളും രക്ഷപ്പെടത്തില്ല എന്നുള്ള വളരെ ശക്തമായൊരു ദൂതാണ് 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളിൽ ഹോപ്പില്ലാത്ത ഈ മനുഷ്യന് പ്രത്യാശ നൽകുന്ന ദൂതാണ്. സുവിശേഷത്താൽ ഈ മനുഷ്യന് രക്ഷപ്പെടാം. അതിൽ നമ്മൾ വളരെ ചിന്തിച്ച ധ്യാനിച്ച ഒരു ഉപദേശമാണ് വിശ്വാസത്താൽ ഉള്ള നീതീകരണം. സുവിശേഷത്തിൻ്റെ കണ്ടന്റ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി അതിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ, യാതൊരു നിലയിലുമുള്ള കർമ്മമാർഗത്താലല്ല, കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്ത മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലിയിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ, ക്രിസ്തു കേന്ദ്രിതമാകുന്ന വിശ്വാസത്താൽ ആള് നീതീകരിക്കപ്പെടും. അതായത് വിശുദ്ധനായ ദൈവം കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കും. ഇതാണ് 5-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളിലെ ദൂത്. നമ്മൾ 5-ാം അധ്യായം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 5-ാം അധ്യായത്തിന് 2 പ്രധാന വിഭജനമാണ്. ആദ്യത്തെ വിഭജനം അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന നന്മകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ 7 അനുഗ്രഹങ്ങളാണ് ചിന്തിച്ചത്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് പിതാവാം ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 7 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ അനുഗ്രഹം 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നേരത്തെ സമാധാനമില്ലായിരുന്നു, നമ്മൾ പാപികളായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൽ അർപ്പിച്ച ആശ്രയത്താൽ റിബല്യസായ നമ്മൾ ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 2-ാമത്തെ അനുഗ്രഹം 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, അതായത് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ കൃപ നമ്മെ നീതീകരിക്കാൻ മാത്രം അനുഭവിച്ചതല്ല, ഈ കൃപയുടെ മണ്ഡലം, ഈ കൃപയുടെ മേഖലയിൽ നമ്മൾ തുടരുകയാണ്. ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കൃപാസനത്തിലേക്ക് അടുത്ത് കടന്നു ചെല്ലുവാനുള്ള വലിയ പദവി, വലിയ അനുഗ്രഹം കൃപയാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. 3-ാമത് 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഭാവിയെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് കാണാം. അതുമാത്രമോ, നാം തേജസ്കരിക്കപ്പെടും. ആ വലിയ തേജസ്സിൽ പങ്കാളിത്തം നമുക്കുമുണ്ട്
എന്നൊക്കെയുള്ള വലിയ ഭാവി പ്രത്യാശ നമുക്കുണ്ട് എന്നുള്ള ഒരു അനുഗ്രഹം നമ്മൾ ചിന്തിച്ചിരുന്നു. 3-4 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭാവിയെ നോക്കുമ്പോൾ വലിയ പ്രത്യാശ ഉണ്ടെങ്കിലും ഇന്ന് വർത്തമാനകാലത്ത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് കഷ്ടതയുണ്ട്. പക്ഷേ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക്, ദൈവത്തോട് സമാധാനമുള്ള ദൈവത്തിൻ്റെ മക്കൾക്കൊരറിവുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആന്തരികമായി വലിയ മാറ്റത്തെ ദൈവം കൊണ്ടുവരികയാണ് എന്നുള്ള ക്രിസ്തീയ വചനത്തിലുള്ള വെളിപ്പാടിനാലാണ് കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുന്നത്. സാധാരണ ലോക മനുഷ്യൻ കഷ്ടത, ഞെരുക്കം, പ്രയാസമൊക്കെ വരുമ്പോൾ വല്ലാതെ ഭാരപ്പെടുകയും സമനില തെറ്റുന്നത് പോലെ തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങളിൽ ക്രിസ്തുവേശുവിലുള്ള ബന്ധം നിമിത്തവും തിരുവെഴുത്തിലെ വെളിപ്പാട് നിമിത്തവും അവൻ പ്രശംസിക്കുന്നു. 5 മുതൽ 8 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നീതീകരിക്കപ്പെട്ട നമ്മൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ അളവില്ലാതെ പകരുന്ന അനുഭവം നമ്മൾ അനുഭവിച്ച് അറിയുന്നവരാണ്. 6ാമത്തെ അനുഗ്രഹം 9-10 വാക്യത്തിൽ, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എത്ര വലിയ ചിന്തയാണ്, എത്ര വലിയ അനുഗ്രഹമാണ്! കോപപാത്രങ്ങളായിരുന്ന നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് നിമിത്തം ദൈവത്തിൻ്റെ വലിയ കോപം ഭാവിയിൽ വെളിപ്പെടുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവായിരിക്കുന്നു എന്ന അനുഗ്രഹം ആസ്വദിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. 7ാമത് 11-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. കഷ്ടതയിൽ പ്രശംസിക്കുന്നു, ഭാവി കാര്യം ഓർക്കുമ്പോൾ പ്രശംസിക്കുന്നു. ഇതെല്ലാം സംവിധാനം ചെയ്ത ദൈവത്തിലും നാം പ്രശംസിക്കുന്നു. 7 ബ്ലെസ്സിങ്സ്, 7 ഫ്രൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷനാണ് നമ്മൾ ചിന്തിച്ചത്. ഇതാണ് 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ. എന്നാൽ ഇന്ന് മുതൽ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാന ദൂത് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളോട് പറയാം, ഇതത്ര ഈസി പാഠമല്ല. ദാവീദ് ഇതാ എറിയാൻ പോകുന്നു, ഗോലിയാത്ത് ഇതാ വീഴാൻ പോകുന്നു, ഇതൊന്നുമല്ല. അതിനെ ഒന്നും ഞാൻ വിമർശിക്കുകയുമല്ല. അത് പിന്നെ ആദ്യത്തെ 5 മിനിറ്റ് പിടിച്ചില്ലേലും നടുക്കൊരു 5 മിനിറ്റ് കിട്ടി, പിന്നെ ലാസ്റ്റിലൊരു 5 മിനിറ്റ് കിട്ടിയാലും ചിലപ്പം ഇതങ്ങനെ പറ്റത്തില്ല. റോമാലേഖനം 100% ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യം പിടികിട്ടത്തില്ല. ഇത് പിടികിട്ടിയില്ല എങ്കിൽ രക്ഷാശാസ്ത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിവില്ലാത്തവരായി നമ്മൾ ഇരിക്കും. എങ്ങനെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കും? നിങ്ങളാരും കൈയടിക്കണ്ട, നിങ്ങളൊന്ന് അലേർട്ടായിട്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ കണ്ണ് തുറന്നിരുന്ന് ഇത് കാര്യമൊന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ 5-ാം അധ്യായത്തിന് 12 മുതൽ ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ദിസ് ഇസ് ദ ഹാർഡസ്റ്റ് പാസേജ് ഇൻ ദി എപ്പിസിൽ ടു റോമൻസ് എന്ന റോമാലേഖനത്തിലെ ഏറ്റവും കട്ടിയായ കാര്യമാണെന്ന്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. സ്തോത്രം.
കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മനസ്സിലായി കിട്ടും. അപ്പൊ 12-ാം വാക്യമാണ് പ്രധാനമായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും 12 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് നിയമപരമായ അടിസ്ഥാനമാണ് ഇതിൻ്റെ കണ്ടന്റ്, ദ ലീഗൽ ബേസിസ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത, ഈ വാക്യങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ചിന്ത, ദൈവം ക്രിസ്തുവിനെ നമ്മുടെ പ്രതിനിധിയായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുകയാണ് നമുക്ക് കിട്ടിയ ദൈവവചനത്തിൻ്റെ അറിവനുസരിച്ച് നമ്മുടെ പാപം യേശു ചുമന്നു. കറക്റ്റ്. നമ്മുടെ മേൽ ചൊരിയപ്പെടേണ്ട ദൈവത്തിൻ്റെ കോപം ഇതാ ക്രിസ്തുവിൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. കറക്റ്റ്. ഇത് ഞാൻ വിശ്വസിച്ചാൽ ദൈവം എന്നെ കുറ്റവിമുക്തനാക്കി നീതീകരിക്കും. കറക്റ്റാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നീതി എനിക്ക് കണക്കിടും. കറക്റ്റ്. അപ്പൊ എല്ലാം യേശു ചെയ്തു. അതാണ് അടിസ്ഥാനം നാം നീതീകരിക്കപ്പെടുവാൻ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ പ്രതിനിധിയായി നിയമിച്ചതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ യാഗമരണത്തിലെ സാധ്യതകൾ വിശ്വസിക്കുന്നവർക്ക് കണക്കിടുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഇതാണ്, അതിന് നമ്മൾ മറുപടി കണ്ടെത്തണം. യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് പകരക്കാരനായി 33 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചു. നമുക്കത് കണക്കിടുക. അവിടുത്തെ മരണം നമ്മുടെ പാപങ്ങളെ വഹിച്ചു, അതിൻ്റെ ശിക്ഷ വഹിച്ചു. അപ്പൊ നമ്മളിനിയും ആ ശിക്ഷ ഏൽക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം യേശുക്രിസ്തു എന്ന പകരക്കാരനാണ് ചെയ്തത്. ആണെങ്കിൽ ചോദ്യം ഇതാ, അങ്ങനെ ഇപ്പൊ ഒരാള് ഒരു യാഗമായതുകൊണ്ട് ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കെല്ലാം എങ്ങനെ ഇത് പരിഹാരമായി തീരുന്നത്? ഇതാണ് ഈ പാസേജിന്റെ പ്രധാനപ്പെട്ട ചിന്ത. അപ്പൊ അതിനുള്ള ഒരു പ്രധാന തത്വം ഇതാണ്, ദൈവത്തിൻ്റെ നിയമനമാണിത്. ദൈവം ക്രിസ്തുവിനെ നമ്മുടെ പ്രതിനിധിയായി നിയമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല. ദൈവം ഇതിങ്ങനെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം തെളിയിക്കുവാൻ വേണ്ടി 12 മുതൽ ഉള്ള വാക്യങ്ങളിൽ പ്രാരംഭത്തിൽ പൗലോസ് വേറെ ഒരു വാദം കൊണ്ടുവരുന്നു. ആ വാദം കൊണ്ടുവരുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തെളിയിക്കാനാണ്. എന്ത്? യേശുക്രിസ്തുവിന് എങ്ങനെയാണ് ഈ എല്ലാവരുടെയും പാപം ചുമന്നു, എല്ലാവർക്കും വേണ്ടി നീതി, ഒരു മരണം, എല്ലാവർക്കും ഈ സാധ്യത വരുന്നത്? അപ്പൊ തത്വം ഇതാണ്, പിതാവാം ദൈവം പുത്രനെ മാനവജാതിയുടെ റെപ്രസെന്റേറ്റീവായി നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സാധ്യതകളെല്ലാം തുറന്നത്. അങ്ങനെ വേറെ എവിടെയെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ വേറെ എവിടെയെങ്കിലും ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു തെളിവ് ദൈവം തന്നിട്ടുണ്ടോ? അവിടുന്ന് വേറെ ഏതെങ്കിലും അവസരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? പോളിന് 12-ാം വാക്യം തൊട്ട് പറയാനുണ്ട്. ഉണ്ട്. അതെങ്ങനെയാ? ആദം, ഒന്നാമത്തെ ആദം ദൈവത്താൽ നിയോഗിതനായ നമ്മുടെ പ്രതിനിധിയാണ്. ആദം പാപം ചെയ്തത് നമുക്ക് കണക്കിടപ്പെട്ടു. 2-ാം ആദം ആകുന്ന യേശു കർത്താവും നമ്മുടെ പ്രതിനിധിയാണ്. അവിടുന്ന് അനുസരണം ചെയ്തു. അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചതും അവിടുന്ന് ശിക്ഷ വഹിച്ചതും അവിടുത്തെ നീതി നമുക്ക് കണക്കിട്ടതും
പ്രതിനിധി ആയതുകൊണ്ടാ ആദാമിൽ നിന്ന് പാപം നമുക്ക് ലഭിച്ചതും. ആദാം നമ്മുടെ പ്രതിനിധി ആയതുകൊണ്ടാ. പ്രിയരെ, ഞാൻ ഇങ്ങനെ പറയാം കുറച്ചുകൂടെ മനസ്സിലാകാൻ. ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ രണ്ടുപേരേ ഉള്ളൂ. ഒന്നിൽ ഒന്നാം ആദമിൽ ഉള്ളവർ, അല്ലെങ്കിൽ രണ്ടാം ആദമാകുന്ന ക്രിസ്തുവിലുള്ളവർ. അല്ല, ഒന്നാം ആദമിലാകാൻ പ്രത്യേകിച്ച് വല്ലതും ചെയ്യണോ പാസ്റ്ററെ? ഒന്നും ചെയ്യണ്ട, ഭൂമിയിൽ ജനിച്ചാൽ മതി. ഒന്നാം ആദം ചെയ്ത സകലവിധ കാര്യങ്ങൾക്കും അതിനുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഉടനെ നാം സ്വായത്തമാക്കുകയാണ്. വേറെ ഒന്നും ചെയ്യണ്ട. സുവിശേഷത്താൽ പിടിക്കപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത സകല ആളുകളും ദേ ആർ ഇൻ ദ ഫസ്റ്റ് ആഡം. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ സുവിശേഷം കേട്ടു, നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുത്തു. ഈ യാഗമരണം എൻ്റെ പകരക്കാരനായിട്ടാണ് യേശു യാഗമായതെന്ന് നമ്മൾ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലായി. ദ സെക്കൻഡ് ആഡം. സകല ബ്ലെസ്സിങ്ങും ക്രിസ്തുവിലുള്ളത് നമ്മുടെ സ്വന്തമായി. രക്ഷിക്കപ്പെടുമ്പോഴുള്ള അനുഭവം ഇതാണ്. പെന്തിക്കോസിൽ വന്നത് കൊണ്ട് കാര്യമില്ല. പെന്തിക്കോസിലാണെങ്കിലും അല്ലെങ്കിലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യു ആർ സ്റ്റിൽ കണ്ടംൻഡ്. ഇന്നും പാപത്തിലാണ്. സ്തോത്രം. ഒന്നാം ആദം, പിന്നെ യേശു കർത്താവ്, രണ്ടാം ആദം എന്ന് പറയുന്നു. രണ്ടും മനുഷ്യവർഗത്തിലെ പ്രതിനിധികളാണ്. രണ്ടുപേരെയും ദൈവം നിയോഗിച്ചതാണ്. ഭൂമിയിൽ രണ്ടു കൂട്ടം ആളുകളെ ഉള്ളൂ. ഒന്നുകിൽ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ആഡം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാര്യം, ഹി ഈസ് ഫാർ 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 ബെറ്റർ ദാൻ ദ ഫസ്റ്റ് ആഡം. പ്രൈസ് ദി ലോർഡ്. എന്ന കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ആദമിൻ്റെ കാര്യം പറയുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 12-ാം വാക്യം വായിച്ചിട്ട്, ബാക്കി ഞാനിപ്പോൾ വായിക്കാൻ നിൽക്കുന്നില്ല, കാരണം നമുക്ക് സമയം ഒത്തിരി പോകും. അപ്പം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട തത്വമെന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ പ്രവൃത്തി എങ്ങനെ മാനവജാതിയെ മുഴുവനും സ്പർശിക്കും. അതാണ് ശരിക്കും ഈ പാസേജിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, ആദ്യത്തെ ആദാം നെഗറ്റീവായിരുന്നു, പാപം ചെയ്തു, അത് മുഴുവൻ മാനവജാതിയിലായി. കർത്താവായ യേശുക്രിസ്തു സെക്കൻഡ് ആഡം, പിതാവാം ദൈവത്തെ അനുസരിച്ചു, അത് പോസിറ്റീവായി നമ്മുടെ നീതീകരണത്തിന് കാരണമായി തീർന്നു. അപ്പോൾ ഒരാളിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനുഷ്യവർഗത്തെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതാണ് പ്രധാന ചിന്താവിഷയം എന്നുള്ളത്. കാരണം ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. അപ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ദൈവം രണ്ട് വ്യക്തികളെ, ആദമിനെയും ക്രിസ്തുവിനെയും ഔദ്യോഗിക പ്രതിനിധികളായി ദൈവം തമ്പുരാൻ അപ്പോയിന്റ് ചെയ്തു. They are the official representatives. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ, ആദാമ്യ സന്തതികൾക്ക് എല്ലാം റെപ്രസെൻറ്റേറ്റീവായി അപ്പോയിന്റ് ചെയ്തു. അതുകൊണ്ടാണ് ആദാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും കോൺസിക്വൻസസ്, റിസൾട്ടുകൾ മനുഷ്യവർഗം ഇന്ന് അനുഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ പ്രതിനിധിയായി അപ്പോയിന്റ് ചെയ്തു. അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും അവിടുത്തെ മരണം, അവിടുത്തെ ജീവിതം, ഇതിൻ്റെ അനുഗ്രഹങ്ങൾ
നമുക്കും സ്വായത്തമാക്കുവാൻ കഴിയും. മനസ്സിലായില്ല? അപ്പം ആത്മീക പ്രതിനിധികൾ എന്ന ആ തത്വമാണ് ശരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെങ്ങനെയാണ് പക്ഷേ മനസ്സിലാക്കുന്നത്? വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. അങ്ങനെയൊക്കെ മനസ്സിലാക്കാനൊക്കെ പിന്നെ ഒക്കുമല്ലോ. അതെന്താ അത്ര പാട്? ലളിതമായി പറയാം. നമ്മളെല്ലാം കൂടെ കുറെ നാൾ മുമ്പ് വോട്ടിടാൻ പോയില്ലേ? ഓർക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ പാർട്ടി മാറി. അല്ല, പാർട്ടി മാറിയാലും വോട്ടിട്ടില്ലേ? എന്നിട്ട് നമ്മൾ കുറെ ആളുകളെ തെരഞ്ഞെടുത്തില്ലേ? ഈ തെരഞ്ഞെടുത്ത് പ്രധാനപ്പെട്ട സീറ്റിൽ ഇരിക്കുന്നവരെല്ലാം നമ്മളോട് പിന്നെ ഓരോ കാര്യം ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ടല്ല അവർ കാര്യം ചെയ്യുന്നത്. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അവര് എടുക്കുന്ന നല്ല കാര്യമാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമ്മൾ അനുഭവിക്കും. അവരെടുക്കുന്ന തിന്മയായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന്റെ തിക്ത അനുഭവം നമ്മൾ അനുഭവിക്കും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയപരമായുള്ള റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ ഇലക്ട് ചെയ്ത, മറ്റേത് ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. തത്വമല്ലേ, അവസ്ഥയുമല്ലേ. അപ്പൊ മനസ്സിലാക്കാം കേട്ടോ, മനസ്സിലാക്കാം. പിന്നെ പിടിവാശിയൊക്കെ ഇന്നിപ്പോ മനസ്സിലാക്കത്തില്ല. അയ്യോ, ഒന്നും ചെയ്യാനൊക്കത്തില്ല. സ്തോത്രം. നിങ്ങളുടെ ആ മുഖവും ഭാവവും ഒക്കെ കണ്ടോണ്ട് വേദശാസ്ത്രികൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഞാൻ പറയണോന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഒഫീഷ്യലായിട്ടുള്ള ഈ ആത്മീക പ്രതിനിധികളെ അവര് വിളിക്കുന്ന ഒരു വാക്കുണ്ട്. ഇംഗ്ലീഷിൽ പറയാം, ഫെഡറൽ ഹെഡ്ഷിപ്പ് എന്നാണ്. ആദാമാണ് മാനവകുലത്തിൻ്റെ ഹെഡ്. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഹെഡ് ജീസസ് ക്രൈസ്റ്റ്. സ്തോത്രം. വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതുകൊണ്ട്, എന്തുകൊണ്ട്? ഈ മേൽ പറഞ്ഞ വാക്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പാലമായത്. അതുകൊണ്ട്, അല്ലാതെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ കുറെ കാര്യം പറഞ്ഞ് ഇനി വേറെ ഏതോ സബ്ജക്റ്റ് ഒന്നുമല്ല. ഇറ്റ്സ് കണക്റ്റഡ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം, 1-ാം വാക്യം, 2-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 12 മുതൽ 21 വരെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ക്രിസ്തുവേശു നിമിത്തമാണ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അതുകൊണ്ട് ദൈവം ഇത് എങ്ങനെയാണ് ഔദ്യോഗികമായി, നിയമപരമായി, നീതിപൂർവം ചെയ്തതെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവം ഇത് ചെയ്യുന്നത്? ഒരു മനുഷ്യൻ എല്ലാത്തിനും പരിഹാരം കൊണ്ടുവരുന്നു. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ആദാമിൻ്റേത് പൗലോസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇനി ശ്രദ്ധിക്കണം, ഏക മനുഷ്യനാൽ. ഇതേതാ ഏക മനുഷ്യൻ? ഞാൻ 14-ാം വാക്യം കൂടെ വായിച്ചു. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മൂലം മോശ വരെ വാണു. അപ്പം ഏക മനുഷ്യനാൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ആഡം, ദ ഫസ്റ്റ് മാൻ. ഏക മനുഷ്യനാൽ 2 കാര്യമാണ് പറയുന്നത്. പാപവും 2 പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അപ്പൊ ഇവിടെ ഒരു ചെറിയ വിഷയം പറയാം. യൗവനക്കാരത്തികളും യൗവനക്കാരും ഒക്കെ ശ്രദ്ധിക്കണം. ഈ ആധുനിക ചർച്ചകൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര ബുദ്ധിമാന്മാരെ
ആദമിനെ കുറിച്ചൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നേ? എൻ്റെ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു ചരിത്രമില്ല. ആദം ഒരു ചരിത്ര പുരുഷനല്ലെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. എന്താണ് അവരുടെ യുക്തി? ഉൽപ്പത്തി പുസ്തകം 1, 2 ഒക്കെ ഈ സൃഷ്ടിപ്പിന്റെ ചരിത്രം ഒന്നും വാസ്തവമല്ല. വാസ്തവമല്ലേ പിന്നെ ആദാം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇതാണ് ബുദ്ധിജീവികളായി ചിന്തിക്കുന്ന പലരും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ആദം ഒരു റിയൽ ഹിസ്റ്റോറിക്കൽ പേഴ്സണാണ്. പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? ദൈവശ്വാസികമാകുന്ന ദൈവവചനത്തിൽ അപ്പോസ്തോലിക ഉപദേശത്തിലാണ് എഴുതിയിരിക്കുന്നത് ആഡമിനെ കുറിച്ച്. ആഡം ഒരു റിയൽ ഹിസ്റ്റോറിക്കൽ പേഴ്സണാണ്. ഇത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലി ശ്രദ്ധിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മറിയയിൽ ആ ജീനിയോളജി ശ്രദ്ധിച്ചാൽ ആഡമിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ മത്തായി 23:35 നീതിമാനായ ഹാബേലിന്റെ രക്തം മൂലം നിങ്ങൾ മന്ദിരത്തിന് യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. കണ്ടോ, നീതിമാനായ ഹാബേൽ എന്ന് പറഞ്ഞ ഏബൽ, സൺ ഓഫ് ആഡം. ജീസസ് he believed in Genesis account. ആദം ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഈ പ്രഭാഷണവുമായിട്ട് അത് ലിങ്ക് ആകുന്നില്ലെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഇങ്ങനെയുള്ള വാദങ്ങളും ചിന്തകളും ഒക്കെ വരുമ്പോൾ കൈകെട്ടി അങ്ങനല്ലേ എന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ തെളിവ് ജീസസ് ആണ്. ജീസസിന്റെ അപ്പോസ്റ്റൽസ് ആണ്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അത് നമ്മൾ ചിന്തിക്കുക. ഏക മനുഷ്യനാൽ പാപം വന്നു. എന്ത് പാപം? എന്താ ഈ പാപം? എന്താ കുഞ്ഞേ പാപം? ഏദൻ തോട്ടത്തിൽ പോകണം. ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിച്ചു. ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ലംഘിക്കുക. That is sin. ഈ പാപത്തിന്റെ വേര് എന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്, ദൈവം എന്നെ ഭരിക്കൊന്നും വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതാ ഇതിന്റെ റൂട്ട്. വേദശാസ്ത്രികൾ ഈ ആദമിന്റെ പാപത്തിന്റെ അനന്തമായ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഒറിജിനൽ സിൻ. ആദം ചെയ്ത ആ പാപം നിമിത്തം മാനവരാശിയിലേക്ക് പാപം കലർന്ന് കൂടി അതിൻ്റെ ഇഫക്റ്റുകൾ ബിക്കോസ് ഓഫ് ആഡം സിൻ. അതാണ് ഒറിജിനൽ സിൻ. ഇന്ന് മനുഷ്യവർഗമായിരിക്കുന്നത് മുഴുവനും, ആ പാപത്തിൻ്റെ സ്ഥിതി മുഴുവനും ഈ ഒറിജിനൽ സിൻ ആണ് കാരണം. ആ ഒറിജിനൽ സിന്നിലാണ് സകല മനുഷ്യരും ജനിക്കുന്നത്. അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആദമിൽ എന്ന നിലയിൽ നാം പാപികളാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മൾ കൺസീവ്ഡ് ആകുമ്പോഴും പാപത്തിലാണ്. അല്ലാതെ ആരും പാപം ചെയ്ത് പാപിയാകുകയല്ല. ആദാമ്യ കുലത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ പാപിയായത് കൊണ്ട് നാം പ്രസവിച്ചു കഴിഞ്ഞ് മക്കൾ വളരുമ്പോൾ പാപം ചെയ്യുകയാണ്. This is the condition of all humanity, irrespective of caste and creed. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. എന്നിട്ടൊരു വാക്ക് കണ്ടോ നിങ്ങൾ?
ആ വാക്യം ഒന്ന് വായിച്ച്, 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പൊ പാപം ഈ ഏക മനുഷ്യനാൽ ലോകത്തിൽ കടന്നു. പാപത്താൽ പിന്നെ മരണം വന്നത് പിന്നീട് ചിന്തിക്കാം. ലോകത്തിലേക്ക് കടന്നു. ആദാം എന്ന കവാടത്തിലൂടെ, ആദാമിലൂടെയാണ് whole humanity was corrupted, polluted by sin. ഇതാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദാമാണ് പാപത്തിന്റെ തുടക്കക്കാരനെന്നല്ല, ലോകത്തിലേക്ക് കടന്നതിന് മുഖാന്തരം ആദാമ. പാപത്തിന്റെ തുടക്കക്കാരനാരാ? 1 യോഹന്നാൻ 3:8, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആദ്യം മുതൽ പാപം ചെയ്യുന്നതാരാ? ഈവൻ ബിഫോർ ആഡം. നമുക്കെല്ലാം അറിയാം, പിശാചിനെ കുറിച്ച് എസെക്കിയേൽ പ്രവചനം 28:14 മുതലുള്ള വാക്യങ്ങളിൽ ശരിക്കും അത് സോർ രാജാവിനോടുള്ള പ്രവാചകന്റെ ദൂതാണ്. സോർ രാജാവിനോട് ദൂത് പറയുമ്പോൾ ഭാഷാ ശൈലി മാറി. സോർ രാജാവിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു സ്പിരിച്വൽ ബീയിങ്, ആ ബീയിങ്ങിനെ കുറിച്ചായി ദൂത്. അതാണ് എസെക്കിയേൽ പ്രവചനം 28:14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ ശരിക്കും പാപം തുടങ്ങുന്നത് പിശാചിന്റെ ഹൃദയത്തിലാ. സാഹസം നിറഞ്ഞെന്ന പ്രൈഡ് ഉണ്ടായി. എനിക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മീതെ സിംഹാസനം വിടണം, ആരാധന എനിക്കൂടെ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രധാന ദൂതന്റെ ഉള്ളിൽ നിഗളമനോഭാവം വന്ന് പിശാചായി തീർന്നതാ. അല്ല, ദൈവം പിശാചിനെ അല്ല സൃഷ്ടിച്ചത്. അവിടെയാണ് പാപം ഉത്ഭവിക്കുന്നത്. പക്ഷേ ലോകത്തിലേക്ക് വരാൻ മുഖാന്തരമായത് ആദമ. മനുഷ്യവർഗത്തിലേക്ക് വരാൻ മുഖാന്തരമായത് ആദമാണ്. അപ്പൊ ഒരു ചോദ്യം, ഈ പാപം ലോകത്തിൽ വരാൻ ആദമാണ് മുഖാന്തരമായി തീർന്നതെന്നൊക്കെ പറയുമ്പോൾ എന്താ ഈവ് ഔവ്വായ്ക്ക് ഇതിനകത്ത് പങ്കില്ലേ? കണ്ടോ, അവളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം ആരായി ഫലം വാങ്ങി കഴിക്കുന്നത്? ഹവ്വയാണ്. ഇവിടെ പിന്നെയും ഞാൻ പറയാം, ഇവിടെയാണ് ഫെഡറൽ ഹെഡ്ഷിപ്പ്. ദൈവത്താൽ മനുഷ്യരാശിയുടെ തലവനായി ആദമാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ 2 വാക്യം വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. അടുത്തത്, ആദാം അല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ആദ്യം സൃഷ്ടിക്കപ്പെട്ട ആദാം മനുഷ്യരാശിയുടെ ഫെഡറൽ ഹെഡാണ്. ആദാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യരാശിയുടെ മേൽ കണക്കിടപ്പെടും. ഇതാണ് പ്രധാന തത്വം ഈ പാസേജിൽ. God has divinely appointed Adam as representative of humanity. അതുപോലെ ഔവ്വ വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടതാ. ആദമോ ബോധപൂർവം കാര്യം മനസ്സിലായി ദൈവത്തോട് മത്സരിച്ചതാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആദാം പാപം ചെയ്തത് നിമിത്തം ആ പാപം ലോകത്തിലേക്ക് കടന്നു. 12-ാം വാക്യം പിന്നെയും വായിക്കണം. എല്ലാവരും ബൈബിൾ എടുത്തോണം, കാര്യം മനസ്സിലാക്കണം എന്ന്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. അതടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോവാം. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
അപ്പൊ പാപവും ലോകത്തിൽ കടന്നു, മരണവും ലോകത്തിൽ കടന്നു, ഏക മനുഷ്യന്റെ പാപനിമിത്തം. അതാരാണ്? ആഡം. ആഡം sinned and all humanity was in Adam. All sinned. മനസ്സിലാകുന്നു? അങ്ങനെ പാപം ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയിൽ കടന്നു. We are all born with a sinful nature. ടോട്ടലി ഡിപ്രൈവ്ഡ് ആയ, ഒന്നിനും കൊള്ളാത്ത കറപ്റ്റായ, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പാപത്തിൽ പുളയുന്ന ഒരു പ്രകൃതവുമായിട്ടാണ് ഇവിടെ സകല കുട്ടികളും ജനിക്കുന്നത്. എൻ്റെ പൊന്നുമോനും പൊന്നുമോളുമാ ആദാമ്യ സന്തതിയാണെങ്കിൽ കറപ്റ്റാണ്, പാപിയാണ്. രണ്ടാമത് അവിടെ എഴുതിക്കുന്ന പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്താണ് ഈ മരണം? ഇവിടെ എല്ലാവരും മരിക്കുന്നല്ലോ. അമ്മ അപ്പന്മാർ മരിക്കുന്നു, സ്നേഹിതർ മരിക്കുന്നു. പിന്നെ പറയുന്നില്ലെന്ന് വേണ്ട. കർത്താവിൻ്റെ വരവ് താമസിക്കാന്ന് നമ്മളെല്ലാം ഇല്ലല്ലേ? മെഡിക്കൽ കോളേജിനടുത്താണോ താമസിക്കുന്നത്? മെഡിക്കൽ കോളേജിൽ നിങ്ങളെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന പുള്ളിയും പോവും, എല്ലാവരും മരിക്കും. എങ്ങനെയാണ് ഈ മരണം വന്നത്? കണ്ട് ഇവിടെ ഉത്തരം. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. Death entered the world through Adam. ആദം പാപം ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം ഇവല്യൂഷൻ തിയറിയെ ഖണ്ഡിക്കുന്നതാണ്. അങ്ങനൊന്നുമല്ല. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് പാറക്കെട്ടുകളുടെ അകത്തൊക്കെ ഞങ്ങൾ ഫോസിൽ കണ്ടു, എത്രയോ ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മരണം നേരത്തെ ഉണ്ടായിരുന്നു. അതല്ല ഈ ഫോസിൽ എന്നീ പറയുന്നത്. ബൈബിൾ പറയാണ്, നോ, ഡെത്ത് കെയിം ത്രൂ ദ സിൻ ഓഫ് ആഡം. വളരെ കൃത്യമായിട്ട് നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കിയിരിക്കണം പ്രിയമുള്ളവരെ. ശരിക്കും ദൈവം ആദമനെയും ഔവ്വയെയും സൃഷ്ടിക്കുമ്പോൾ ഇവർ മരിക്കുവാൻ വേണ്ടി അല്ല. ദേ കുഡ് ലിവ് ഫോർ എവർ. പാപം വന്നതുകൊണ്ടാണ് മരണം വന്നത്. അത് ദൈവത്തിൻ്റെ ആദമിൻ്റെ പാപത്തിൻ്റെ മേലുള്ള ന്യായവിധിയാണ് മരണം. ഇതുകൊണ്ടാണ് ഇന്നും ആളുകൾ മരിക്കുന്നത്, പാപികളായതുകൊണ്ട്. നമ്മൾ ചെയ്യുന്ന പാപം നിമിത്തമല്ല, പാപികളാ. ഒരു തെളിവ് പറയാം. 2 മാസമുള്ള കുഞ്ഞ് മരിക്കുന്നില്ലേ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരിക്കുന്നില്ല. അതെന്ത് പ്രവൃത്തി ചെയ്തു മരിക്കാൻ വേണ്ടി? അത് പാപി അല്ലായിരുന്നെങ്കിൽ മരിക്കരുത്. ചെയ്ത പ്രവർത്തികൾ കൊണ്ടല്ല മരണം. ബിക്കോസ് മാൻ is sinful as the descendant of Adam and therefore they die. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. യു വിൽ ഡൈ. മരണം എങ്ങനെയാണ് ലോകത്തിൽ വന്നത്? ബിക്കോസ് ഓഫ് സിൻ ഓഫ് ആഡം. അപ്പൊ 2 കാര്യങ്ങളാ 12-ാം വാക്യം പറയുന്നത്. എന്തിനാ ഇതൊക്കെ പറയുന്ന പൗലോസേ? യേശുക്രിസ്തുവിലൂടെ, ആ 1 പേഴ്സണിലൂടെ നീതീകരണം എങ്ങനെ സംഭവിച്ചു, ആ ഡിവൈൻ റെപ്രസെന്റേഷൻ മനസ്സിലാക്കാൻ പോൾ എവിഡൻസ് അവതരിപ്പിക്കുകയാണ്. ലുക്ക് അറ്റ് ആഡം. ഇത് തന്നെയാണ് സംഭവിച്ചത്. ഏക മനുഷ്യനാൽ, അല്ലെങ്കിൽ ആദ്യ മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് അവർ മരിച്ചോ? അവർ മരിച്ചില്ല.
അതെന്താണ്? മരണത്തെ ബൈബിൾ വീക്ഷണത്തിൽ 3 നിലയിലാണ് കാണേണ്ടത്. ആ 3ഉം ആദാമിന്റെ പാപം നിമിത്തമാണ്. ഒന്ന്, ശാരീരിക മരണം. അത് ഉടനടി നടക്കുന്നില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അത് സംബന്ധിച്ച് പറയാം. എന്നാൽ ഒരു വാക്യം ഞാൻ കാണിക്കാം. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ, നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഇത് ശാരീരിക മരണം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തിന്ന ദിവസം ശാരീരിക മരണം നടന്നില്ലെങ്കിലും ആ മരണത്തിൻ്റെ കറപ്ഷൻ, ആ ഏജിങ് പ്രോസസ് ആ ശരീരത്തിനകത്ത് പ്രവേശിച്ചു. പിന്നീട് ദീർഘകാലം ആദം ജീവിച്ചു. ആൻഡ് ദെൻ ഹി ഡൈഡ്. ഉൽപ്പത്തി 5:5 ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. അടുത്തെന്താണ്? പിന്നെ അവൻ മരിച്ചു. ശരിയാണ്, അന്നേരം ആ സമയത്ത് ശാരീരിക മരണം നടന്നില്ല. പിന്നീടാണ് ഈ മരണം നടക്കുന്നത്. ശാരീരികമായിട്ട് നമ്മൾ മരിക്കും. മരണം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മരണത്തെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നും. ശ്രേഷ്ഠനായ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? പൗലോസേ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് യഥാർത്ഥമായൊരു ദൈവവൈതലിന് ശാരീരിക മരണം ഭയപ്പെടുത്തുന്ന ഒരു ഇഷ്യൂ അല്ല. രണ്ടാമത്തെ മരണം, ആത്മീക മരണം, അതെന്താണെന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. എല്ലാ ദിവസവും വെയിലാറുന്ന സമയത്ത് ഊഷ്മളമായ ഒരു കൂട്ടായ്മ ദൈവവുമായി ആചരിച്ച മനുഷ്യൻ പാപം ചെയ്ത അന്ന് മരിച്ചു ആത്മീകമായി. ദൈവം പതിവ് പോലെ ഇറങ്ങി വന്നപ്പോൾ ആ സാന്നിധ്യത്തിൽ നിൽക്കാതെ ഓടി മറയുകയാണ്. They couldn't stand before a holy God. ഇന്നും പാപിയായ മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെയാണ്. ദൈവത്തോട് അടുക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥനയ്ക്ക് വരാൻ ഇഷ്ടമല്ല, ആരാധനയ്ക്ക് വരാൻ ഇഷ്ടമല്ല, ഒരുപാട് ന്യായങ്ങളാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരികമായി ആക്റ്റീവാണ്, ക്രിസ്തീയ പേരുണ്ട്, പള്ളിയിൽ പോകും, ഭക്ഷണം കഴിക്കും, വാഹനം ഓടിക്കുന്നു, ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ശാരീരികമായി ചെയ്യുമ്പോഴും ഉള്ളിൽ വ്യക്തിപരമായി ദൈവവുമായി ബന്ധമില്ലാത്ത ആ സ്ഥിതി, അതാണ് ആത്മിക മരണം. പുറത്ത് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ക്രിസ്തീയ ഗീതങ്ങൾ പാടും, വേണ്ടി വന്ന പ്രസംഗിക്കും, കൈയടിക്കും, ആഞ്ഞടിക്കും, കൂട്ടടിയടിക്കും, പിന്നെന്താ ധൃതിയിലടിക്കും, താളം തെറ്റിയടിക്കും, ഇതെല്ലാം ഉണ്ട്. അകത്ത് ഹൃദയം മാറി ആത്മാവിനാൽ ഒരു ക്രിയ നടന്ന് രക്ഷിക്കപ്പെട്ട അനുഭവം, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ അനുഭവം ഇല്ലെങ്കിൽ ആള് മരിച്ചയാളാണ്. പെന്തിക്കോസി വരാം, അംഗത്വമെടുക്കാം, ഒരുപാട് ഫോമൊക്കെ കാണിക്കാം. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് യു ആർ എ ഡെഡ് പേഴ്സൺ സ്പിരിച്വലി. പക്ഷേ ശാരീരികമായി ജീവനുണ്ട്.
പക്ഷെ നിത്യജീവൻ ഇല്ല. അതാണ് സ്പിരിച്വൽ ഡെത്ത്. ഇതെങ്ങനെ വന്നു? ത്രൂ ആഡം. തിന്നുന്ന നാളിൽ മരണം സംഭവിച്ചു, ആത്മീകമായ മരണം ഉണ്ടായി. ശാരീരിക മരണത്തിന്റെ തുടക്കമുണ്ടായി, പിന്നീട് ശാരീരികമായി മരിച്ചു. മൂന്നാമത്തെ ഒരു മാനിഫെസ്റ്റേഷനാണ് നിത്യമരണം. അതും ആദാമിന്റെ പാപം നിമിത്തമാണ് ഇൻട്രൊഡ്യൂസ് ആയത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദം ആത്മീകമായി മരിച്ചു, ആദം ശാരീരികമായി മരിച്ചു. പക്ഷെ ആദം നിത്യമായി മരിച്ചില്ല. കാരണം ദൈവത്തിന്റെ കൃപ അവനെ തേടി വന്നു. ആദം നിത്യമായി മരിച്ചില്ലെങ്കിലും പിന്നീടുണ്ടാകുന്ന സന്തതി പരമ്പരയ്ക്ക് നിത്യമരണമുണ്ട്. ശാരീരിക മരണം നടക്കുമ്പോൾ ആത്മീകമായി മരിച്ചിരിക്കുകയാണെങ്കിൽ കൈവിടപ്പെട്ടു പോകും. പിന്നീട് 16 ആചരിച്ചു, 40 ഉണ്ടായിരുന്നു. വർഷം തോറും പ്രാർത്ഥിച്ചു. ഇത് മുഴുവൻ മതത്തിന്റെ ശുദ്ധ തട്ടിപ്പുകളാണ്. രക്ഷപ്പെടുവീൻ. നിത്യമരണത്തെ രണ്ടാം മരണമെന്നും പറയുന്നു. വെളിപ്പാട് പുസ്തകം 20:14-15 വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേര് കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രണ്ടാം മരണം, നിത്യ നരകം. ആർക്കാണിത്? ആത്മീകമായി ജീവൻ പ്രാപിക്കാത്തവർക്ക് ഉറപ്പാണ്. ഇതാണ് ആദാം ഹ്യൂമാനിറ്റിയുടെ ഫെഡറൽ ഹെഡ് എന്ന നിലയിൽ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ ആദം ചെയ്ത് കൂട്ടിയ തിന്മകൾ, പാപങ്ങൾ നിമിത്തം സന്തതി പരമ്പരകളുടെ മേൽ അത് ബാധിച്ചു. ആത്മീക മരണമുണ്ടായി. ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല. ശാരീരിക മരണമുണ്ടായി. ഒരു കാലം കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അനുഭവം. നിത്യമരണം, എന്നേക്കുമായി നിത്യദണ്ഡനത്തിലേക്ക് മാറ്റപ്പെടുന്ന സ്ഥിതി. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ സിൻ ഓഫ് ആഡം. തത്വം മറക്കരുത്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം ബിക്കോസ് ആഡം വാസ് അവർ റെപ്രസെന്റേറ്റീവ്. ആരുടെയെങ്കിലും ഉള്ളത്തിൽ വരികയാണെന്നിരിക്കട്ടെ, അപ്പൊ ഞാൻ കുറ്റക്കാരനൊന്നുമല്ല, ആദം അങ്ങനെ ചെയ്തു, എന്റെ മണ്ട കിട്ടും, ഇതെന്തോ ഇത്? മറുപടി, ദേഹം കുറച്ചുനാൾ കഴിഞ്ഞാന്നല്ലേ ഈ ഫലമൊക്കെ മേടിച്ചത്. നമ്മൾ അതിനൊക്കെ മുമ്പ് ചെയ്തതിന്. ആദമിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നേൽ ഇത് തന്നെ ചെയ്യും. അത് മാത്രമല്ല, ആ പാപം എനിക്ക് ഇംപ്യൂട്ട് ചെയ്ത് കണക്കിടപ്പെട്ടു. പക്ഷെ വേറെ 2 കണക്കിടിൽ ഇംപ്യൂട്ടേഷൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര നന്മയാണ്. അതെന്താണ്? എൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേൽ, ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ മേലും. ഒരു പണിയും ചെയ്തിട്ടല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതാണ്. ഈ പകൽക്കാലം ഞാൻ ഈ മെസ്സേജ് ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ഇത് ദൈവശാസ്ത്രമാണ്. ഇതിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിയാലും God's word will not change. It is unchanging. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ആ അനുഭവം ഉണ്ടെങ്കിൽ ആത്മീക മരണം മാറി നിത്യജീവൻ നിങ്ങളുടെ അകത്തുണ്ടാകും. അങ്ങനെ ഉള്ളവർക്ക് മരണാനന്തം സ്വർഗത്തിൽ എന്നേക്കും ദൈവത്തോടു കൂടി ആയിരിക്കാൻ കഴിയും. അതോ ഭയങ്കര പഠിത്തം പഠിച്ചു, കാറ് മേടിച്ചു, ഇതൊക്കെയാണ് വലിയ സംഭവം, അകത്ത് ദൈവത്തിന്റെ ജീവനുണ്ടോ? What is eternal life? It is the life of God in the soul of man. ഇല്ലെങ്കിൽ തലമുറകളോട് ഞാൻ പറയാം, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പ്രായമുള്ളവരോട് ഞാൻ പറയാം, പെന്തക്കോസ്തിൽ വന്നതല്ല രക്ഷ. ഈ ദൈവവചന പ്രകാരം ആദാമിൽ നിന്ന് നിങ്ങൾ പാപികളായി,
ആ പാപത്തിന് ദൈവം തമ്പുരാൻ എടുത്ത ഒരു തീരുമാനമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം അവിടെ നമുക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നു. വെറുതെ ആളുകൾ ചിന്തിക്കുന്നത് കയ്യാഞ്ഞടിച്ചാ ദൈവം പ്രസാദിക്കുമെന്ന. ഇല്ല പ്രിയരേ, ഇല്ല ഇല്ല ഇല്ല. കയ്യാഞ്ഞടിച്ച് താളം തെറ്റിയാൽ ദൈവത്തെ കാൻവാസ് ചെയ്യാൻ ഒക്കത്തില്ല. ആർ യു എ ചൈൽഡ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ പൈതലായി തീർന്നിട്ടുണ്ടോ? ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഒന്നുകിൽ ആദാമ്യ സന്തതി, അല്ലെങ്കിൽ ഞാൻ ഇൻ ക്രൈസ്റ്റ്, ഞാൻ കർത്താവിലായി അവിടുത്തെ സകല നന്മകളും അനുഗ്രഹങ്ങളുടെയും എനിക്കൂടെ ഓഹരിയുണ്ട്, പങ്കാളിത്തമുണ്ട്. അങ്ങനെയുള്ളവർക്ക് മരണം ഒരു ഭീഷണിയല്ല. നാളെ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭീഷണിയല്ല. മരിച്ചാൽ ഉടനെ എനിക്ക് എന്റെ ദൈവത്തോടു കൂടി ആയിരിക്കാൻ കഴിയും. അതാണ് പ്രത്യാശ. സ്തോത്രം 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 സ്തോത്രം. മരണമെന്ന് പറയുമ്പോൾ അകത്തൊരു ഇളക്കം തട്ടുന്നുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഒരു ഇളക്കമുണ്ടോ? എങ്ങനെ ഉറപ്പുവരുത്താം? ഈ വചനത്തിൽ ഉറയ്ക്കാം, ഈ വചനത്തിൽ ഉറയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, you are alive physically, but you don't have life inwardly. നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. മാതാപിതാക്കൾ വിളിക്കുന്നതുകൊണ്ട് എങ്ങനെയും വന്ന് ഇവിടെ അങ്ങ് ഇരുന്നേക്കാന്ന്. യു ആർ ഇൻ ഡേഞ്ചർ. ഇത്രയും സുവിശേഷം അറിയുന്ന, വാണിംഗ് ലഭിക്കുന്ന ഇവിടെ നിന്നൊരാൾ നരകത്തിൽ പോയാൽ, ഐ വിൽ ടെൽ യു, യു ഹാവ് ഓൺലി യുവർ സെൽഫ് ടു ബ്ലെയിം. ഇതാണ് രക്ഷാ ദിവസം. ദിസ് ഇസ് ദ ടൈം ടു ലുക്ക് ടു ദ ക്രോസ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. God imputed my sin on the sinless Son of the Most High God, Jesus Christ. എന്നിട്ട് എന്റെ മേൽ ചൊരിയപ്പെടേണ്ട കോപം ദൈവത്തിന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞു. ഇതെനിക്ക് വിശ്വസിക്കാൻ മനസ്സില്ലെന്ന് മത്സരിക്കുന്ന നിന്നോടാണ് ഇന്ന് പകൽ കർത്താവ് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറക്ക, ഹൃദയം തുറക്ക. സ്നാനപ്പെട്ടു പലരും, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. ഇത്രയും പച്ചയ്ക്ക് വേറെ ആരും നിങ്ങളോട് പറയത്തില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. അവിടുത്തെ നീതി, a perfect righteousness, എന്റെയും നിങ്ങളുടെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ കണക്കിട്ടു. ഡോക്ടർ വിധി എഴുതട്ടെ, ആരും എന്തും പറയട്ടെ, എന്തും സംഭവിക്കട്ടെ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ I will be with my Father in heaven. കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.